വർഷം 2001. തമിഴ്നാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാലിലെ കോടമഞ്ഞ് മൂടിയ മലഞ്ചെരിവുകളിൽ പതിവ് പോലെ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു ഒക്ടോബർ മാസം. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 31. അന്ന് പുലർച്ചെ തങ്ങളുടെ പതിവ് ഡ്യൂട്ടിക്കായി ഇറങ്ങിയ രാമൻ, മുരുകേശൻ എന്നീ 2 ഫോറസ്റ്റ് ഗാർഡുമാരാണ് ആ കാഴ്ച ആദ്യമായി കണ്ടത്. മലഞ്ചെരുവിലെ നിബിഡമായ ചോലക്കാടുകൾക്കിടയിൽ പ്രധാന റോഡിൽ നിന്നും ഏതാണ്ട് 5 മീറ്റർ താഴെ അസ്വാഭാവികമായ രീതിയിൽ എന്തോ ഒന്ന് കിടക്കുന്നു. സംശയം തോന്നി അവർ പതുക്കെ താഴേക്ക് നടന്നു ചെന്നു. അവിടെ അവർ കണ്ടത് കമഴ്ന്നു കിടക്കുന്ന ഒരു യുവാവിൻ്റെ മൃതദേഹമായിരുന്നു. നീല കള്ളിച്ചക്കൻ ഷർട്ടും ചന്ദന നിറത്തിലുള്ള പാൻറ്റും ധരിച്ച ആ യുവാവിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വല്ലാതെ വീർത്തു കിട്ടിയിരുന്നു. കഴുത്തിൽ കയറിട്ട് മുറുക്കിയതിൻ്റെ പാടുകൾ ആ മരണത്തിൻ്റെ ക്രൂരത വിളിച്ചോതുന്നതായിരുന്നു. ആ നിമിഷത്തിൽ ആരും കരുതിയില്ല, അവിടെ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട ആ മൃതദേഹം ലോകപ്രശസ്തമായ ഹോട്ടൽ ശരവണഭവൻ എന്ന കൂറ്റൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ പി രാജഗോപാലിന്റെ പതനത്തിനാണ് വഴിയൊരുക്കാൻ പോകുന്നത്. ന്യൂയോർക്ക് മുതൽ സിംഗപ്പൂർ വരെ പടർന്നു പന്തലിച്ച കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു ശൃംഖലയുടെ ഉടമയുടെ സുവർണ ദിനങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങുകയായിരുന്നു. കൊടൈക്കനാലിലെ ആ തണുത്ത പ്രഭാതത്തിൽ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിനടുത്തുള്ള പുന്നയടി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഉള്ളിക്കച്ചവടക്കാരനായ പിച്ചൈ നാടാരുടെ മകനായിട്ടാണ് രാജഗോപാൽ ജനിച്ചത്. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്നും രക്ഷ നേടാൻ തന്റെ 13-ാം വയസ്സിൽ നാടുവിട്ട രാജഗോപാൽ വണ്ടി കയറിയത് മദ്രാസിലേക്കായിരുന്നു. അവിടെ പലചരക്ക് കടകളിൽ ഒരു സാധാരണ സഹായിയായി അദ്ദേഹം പണിയെടുത്തു. കഠിനാധ്വാനവും ബിസിനസ് ചെയ്യാനുള്ള അസാമാന്യമായ പാടവവും അദ്ദേഹത്തെ വേഗത്തിൽ വളർത്തി. ഒടുവിൽ 1981 വെറും 5000 രൂപ മൂലധനത്തിൽ അദ്ദേഹം ചെന്നൈയിലെ KK നഗറിൽ ശരവണ ഭവൻ എന്ന പേരിൽ തന്റെ ആദ്യത്തെ വെജിറ്റേറിയൻ ഹോട്ടൽ ആരംഭിച്ചു. ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും ശുചിത്വത്തിലും അങ്ങേയറ്റം നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം മേൽക്കോയ്മയുണ്ടായിരുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ രംഗത്ത് രാജഗോപാൽ എന്ന അണ്ണാച്ചി തന്റെ സ്വന്തമായ സ്ഥാനമുറപ്പിച്ചു. തൊഴിലാളികളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കണ്ട് അവർക്ക് വീടും ചികിത്സാ സഹായവും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകി അദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട അണ്ണാച്ചിയായി മാറി. ശരവണഭവൻ എന്ന പേര് ദക്ഷിണേന്ത്യൻ രുചിയുടെ പര്യായമായി ലോകമെമ്പാടും വളർന്നു. വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അണ്ണാച്ചിയുടെ ജീവിതത്തിൽ രവി എന്ന ഒരു ജ്യോത്സ്യൻ ഇടപെടുന്നത്. പണവും പ്രതാപവും വർദ്ധിച്ചപ്പോൾ കൂടുതൽ സമ്പത്തുണ്ടാക്കാനും അതുപോലെ അജയ്യനാകാനും രാജഗോപാൽ ആഗ്രഹിച്ചു. അണ്ണാച്ചിയുടെ ഹോട്ടലിലെ അസിസ്റ്റന്റ് മാനേജരായ രാമസ്വാമിയുടെ മകൾ ജീവജ്യോതിയെ വിവാഹം കഴിച്ചാൽ അണ്ണാച്ചിയുടെ ഐശ്വര്യവും സമ്പത്തും 10 ഇരട്ടിയാകുമെന്നായിരുന്നു ആ ജ്യോത്സ്യന്റെ പ്രവചനം. അപ്പോഴേക്കും രാജഗോപാലിന് വള്ളിയമ്മാൾ എന്നും കൃതിക എന്നും പേരുള്ള 2 ഭാര്യമാരുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാര്യയായ കൃതികയും മുൻപ് അദ്ദേഹത്തിന്റെ ഒരു ജീവനക്കാരന്റെ ഭാര്യയായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. പ്രവചനം കേട്ടതോടെ തന്റെ സമ്പത്തിനും അധികാരത്തിനും മുന്നിൽ എന്തും വഴങ്ങുമെന്ന അഹങ്കാരത്തിൽ ജീവജ്യോതിയെ തന്റെ 3-ാം ഭാര്യയാക്കാൻ അണ്ണാച്ചി കരുക്കൾ നീക്കി തുടങ്ങി. താൻ ആഗ്രഹിക്കുന്നതെന്തും പണം കൊടുത്ത് വാങ്ങാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ മിഥ്യാബോധമാണ് ഇവിടെ വില്ലനായി മാറിയത്. എന്നാൽ ജീവജ്യോതിയുടെ മനസ്സിൽ മറ്റൊരാളായിരുന്നു. തനിക്ക് കണക്ക് ട്യൂഷൻ എടുക്കാൻ വന്നിരുന്ന പ്രിൻസ് ശാന്തകുമാരൻ എന്ന യുവാവുമായി അവൾ കടുത്ത പ്രണയത്തിലായിരുന്നു. അണ്ണാച്ചിയുടെ ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാൻ അവൾ തയ്യാറായില്ല. തന്റെ അച്ഛന്റെ മുതലാളിയായ കോടീശ്വരനായ ഒരു വൃദ്ധന്റെ 3-ാം ഭാര്യയാകാൻ അവൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അണ്ണാച്ചിയുടെ കടുത്ത എതിർപ്പുകൾ മറികടന്ന് 1999 ജീവജ്യോതിയും പ്രിൻസ് ശാന്തകുമാറും ഒളിച്ചോടി വിവാഹം കഴിച്ചു. ഇതോടെ അണ്ണാച്ചിയുടെ പക ആളിക്കത്തി. തന്റെ പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ ഒരു സാധാരണക്കാരനായ ട്യൂഷൻ മാസ്റ്റർ വിജയിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഇത് വെറുമൊരു പ്രണയ നൈരാശ്യമായിരുന്നില്ല, മറിച്ച് ഒരു ഏകാധിപതിയുടെ പരിക്കേറ്റ അഹങ്കാരമായിരുന്നു. വിവാഹശേഷവും പ്രിൻസിനെ ഉപേക്ഷിക്കാൻ അണ്ണാച്ചി ജീവജ്യോതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ തന്റെ ആഗ്രഹ സാഫല്യത്തിനായി ഏത് ക്രൂരതയും ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. 2001 ഒക്ടോബർ 18 അണ്ണാച്ചിയുടെ ഗുണ്ടകൾ പ്രിൻസിനെയും ജീവജ്യോതിയെയും തട്ടിക്കൊണ്ടുപോയി. ജീവജ്യോതിയുടെ മുന്നിൽ വെച്ച് അണ്ണാച്ചി പ്രിൻസിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഇവനെ തീർത്തു കളയണം എന്ന് തന്റെ ഗുണ്ടകൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. അവർ പ്രിൻസിനെ ജീവജ്യോതിയിൽ നിന്നും അകറ്റി
കൊടൈക്കനാലിലെ വിജനമായ മലഞ്ചെരുവിൽ കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കാൻ മൃതദേഹം ആഴത്തിലുള്ള കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ വഴിയിലെ തടസ്സം മാറിയെന്നും ഇനി ജീവജ്യോതി തന്റേത് മാത്രമാകുമെന്നും അണ്ണാച്ചി അഹങ്കരിച്ചു. ഭർത്താവിനെ കാണാതായതോടെ ജീവജ്യോതി പോലീസിൽ പരാതി നൽകി. ഒരു കോടീശ്വരനെതിരെ ഒരു സാധാരണ പെൺകുട്ടി നടത്തുന്ന നിയമ പോരാട്ടമായിരുന്നു. ആദ്യഘട്ടത്തിൽ അണ്ണാച്ചി തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ കർശനമായ ഇടപെടൽ കേസിന്റെ ഗതി മാറ്റിമറിച്ചു. നീതിയുക്തമായ അന്വേഷണത്തിന് അവർ ഉത്തരവിട്ടു. ഇൻസ്പെക്ടർ ദേവശിഖാമണിയുടെ നേതൃത്വത്തിൽ നടന്ന ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ കൊടൈക്കനാലിൽ നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹം പ്രിൻസിന്റേതാണെന്ന് ജീവജ്യോതി കണ്ണീരോടെ തിരിച്ചറിഞ്ഞു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ ഒരു കൊലക്കേസിൽ പ്രതിയാകുന്നത് ലോകം ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. തുടർന്ന് നടന്നത് ഇന്ത്യൻ നിയമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സെഷൻസ് കോടതി രാജഗോപാലിന് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മദ്രാസ് ഹൈക്കോടതി ഈ ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്തി. തന്റെ പണവും പ്രഗത്ഭരായ അഭിഭാഷകരെയും ഉപയോഗിച്ച് അദ്ദേഹം സുപ്രീം കോടതി വരെ വാദിച്ചെങ്കിലും 2019 സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ഈ ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചു. നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ നിർബന്ധിതനായ അദ്ദേഹം ഒടുവിൽ ആംബുലൻസിൽ കോടതിയിലെത്തി കീഴടങ്ങി. ജയിലിൽ അടയ്ക്കപ്പെട്ട് അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ 2019 ജൂലൈ 18 തീയതി തന്റെ 71-ാം വയസ്സിൽ ഒരു കൊലപാതകിയായി മുദ്രകുത്തപ്പെട്ട് രാജഗോപാൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിധിയെ തോൽപ്പിക്കാനും ജ്യോത്സ്യ പ്രവചനത്തിലൂടെ കൂടുതൽ സമ്പത്തുണ്ടാക്കാനും ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യന്റെ ദാരുണമായ അന്ത്യമായിരുന്നു അത്. താൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ലോകോത്തരമായ ബിസിനസ് സാമ്രാജ്യവും സ്വന്തം ജീവനും മാനവും ഒരു നിമിഷത്തെ അഹങ്കാരത്തിലൂടെയും ഒരു കൊലപാതകത്തിലൂടെയും അദ്ദേഹം എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. അന്ധവിശ്വാസവും അധികാരവും മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുമെന്നും നിയമത്തിന് മുന്നിൽ പണത്തിന് എക്കാലവും പിടിച്ചു നിൽക്കാനാകില്ലെന്നുമുള്ള വലിയൊരു പാഠമാണ് ശരവണൻ രാജഗോപാലിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. എത്ര വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായാലും തെറ്റുകൾക്ക് കാലം കരുതി വെക്കുന്ന ശിക്ഷയിൽ നിന്ന് ആർക്കും ഓടിയൊളിക്കാൻ കഴിയില്ല എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം ചരിത്രത്തിൽ അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.